ഹലോ എടാ, ഞാനും മുകേഷേട്ടനും കൂടെ തിരുവനന്തപുരം വരെ പോയിട്ട് വരുവാണേ. നല്ല നട്ടുച്ച സമയമാണ്, വെയിലും പൊടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് സൈഡിലങ്ങ് ഒരു ഒറ്റ കടയില്ല. അപ്പോഴാണ് ചാത്തന്നൂർ ഷെഫി ജ്യൂസ് പാർലറിനൊരു കട കണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ കയറി നോക്കിയപ്പോഴത്തേന് കുറേ വെറൈറ്റി സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിന് നല്ല ഘനഗംഭീരമായിട്ട് തോന്നിയൊരു സാധനമാണ് റോയൽ ഫലൂഡ. അപ്പോൾ മുകേഷേട്ടൻ ഒരു കരിക്കിൻ്റെ ജ്യൂസും പറഞ്ഞ്, നമ്മുടെ റോയൽ ഫലൂഡ വന്നപ്പോൾ ഉണ്ടല്ലോ, പുളി ശരിക്കും ഒരു റോയൽ ആളാടേ, കുടയൊക്കെ പിടിച്ചാണ് വന്നിരിക്കുന്നത്. മുകേഷേട്ടൻ്റെ ജ്യൂസ് ഇതാ പാവം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് മുകേഷേട്ടൻ കേട്ടോ. അവ എന്നെ സഹായിക്കാനെന്നുള്ള വ്യാജേന മുകേഷേട്ടൻ നമ്മുടെ ഫലൂഡ എടുത്ത് പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാത്രം കൊള്ളാം. സാധാരണ ഞാൻ ഈ ഷേക്കോ ഫലൂഡയൊക്കെ കഴിക്കുകയാണെങ്കിൽ സ്പൂൺ അങ്ങോട്ട് ഇടുമ്പോഴത്തേനും എന്നെ പകുതി സാധനം വെളിയിൽ പോവും. അപ്പോൾ ഈ പാത്രത്തിലോട്ട് തട്ടിയിട്ടിട്ട് ഞങ്ങൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ അരിച്ചു പറക്കുമായിരുന്നു കേട്ടോ. ഞാനിതൊക്കെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും മുകേഷേട്ടൻ ഇവിടെ സംഗതി പകുതിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇതിൻ്റെ ടേസ്റ്റ് ഞാനും ഒന്ന് നോക്കാൻ പോവുകയാണ് കേട്ടോ. ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട് കണ്ടോ. ചുമന്ന മുന്തിരി ഉണ്ട്, പപ്പായ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, നട്ട്സ് ഉണ്ട്. അങ്ങനെ അടിപൊളി കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ടുണ്ടല്ലോ, സാധാരണ നമ്മൾ കാണുമ്പോൾ എന്താണ് വെർമിസെല്ലിയും കോൺഫ്ലെക്സും ഒക്കെ മിക്കയിടത്തും നമ്മൾ കഴിച്ചിട്ടുള്ള ഫലൂഡയ്ക്കകത്ത്. പക്ഷേ ഇതിനകത്ത് ഇത്രയും അധികം സാധനങ്ങൾ ഉള്ളത് കൊണ്ട് എന്തോ ടേസ്റ്റാന്ന് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിമിഷ നേരം കൊണ്ട് സംഗതി തീർത്തു. ഞാനിവിടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് മുകേഷേൻ്റെ കരിക്കിൻ്റെ ജ്യൂസ് തീർത്തത് കേട്ടോ. പിന്നുള്ളൊരു കുട ഞങ്ങൾ ശിവക്കുട്ടന് വേണ്ടി എടുത്തു വെച്ച്.